നമസ്കാരം ഫ്രണ്ട്സ്, റസിയമട്ടിൽ ഈസി സ്റ്റഡി ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാം SSLC മുൻവർഷ ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. 4, 10, 16 എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? 1 മാർക്കിന്. പൊതുവ്യത്യാസം കാണാൻ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുക. x2 - x1, അതായത് 10 - 4 = 6. നെക്സ്റ്റ് കാണാൻ 16 - 10 = 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3n+2 ആണ്. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എ, ഈ ശ്രേണിയുടെ ആദ്യ പദം എന്താണ്? ബി, 10ാം പദം കണക്കാക്കുക. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ബീജഗണിത രൂപം ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. xn = 3n+2. അതിൽ കാണേണ്ടത് ഈ ശ്രേണിയുടെ ആദ്യ പദം എത്ര. അപ്പോൾ നമുക്ക് n-ന് 1, 2, 3 എന്നുള്ള വിലകൾ കൊടുത്ത് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം. ആദ്യ പദം കാണാൻ 3n+2 എന്ന സമവാക്യത്തിൽ 3 × n-ന് പകരം 1 എന്ന നമ്പർ കൊടുക്കുക. 3 × 1 + 2, 1 3, 3, 3 + 2 5. രണ്ടാമത്തെ ചോദ്യം 10ാം പദം കാണാനാണ്. അപ്പോൾ 10ാം പദം കാണാൻ നമുക്ക് x10 = 3n+2 തന്നിട്ടുള്ള അതേ സമവാക്യത്തിൽ തന്നെ n-ന് പകരം ഒന്നാം പദം കാണാൻ നമ്മൾ 1 എന്ന് കൊടുത്തു. 10ാം പദമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ n-ന് 10 എന്ന വില കൊടുക്കുക. അപ്പോൾ 3 × 10 + 2 = 3 10 30 + 2 = 32. 10ാം പദം 32. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 20ഉം 8ാം പദം 32ഉമാണ്. ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? 11ാം പദം എത്ര? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 5ാം പദം 20, 8ാം പദം 32. അപ്പോൾ പദവ്യത്യാസങ്ങൾ കാണുക, പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. സ്ഥാനങ്ങൾ 8ഉം 5ഉം ആണ്. അപ്പോൾ 8 - 5 3. പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 3. ഇനി പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് 8ാം പദം 32 ആണ്, 5ാം പദം 20 ആണ്. അപ്പോൾ 32 - 20 = 12. പൊതുവ്യത്യാസം നമുക്കറിയാം 12. അങ്ങനല്ല, റിപ്പീറ്റ്. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 32 - 20 = 12. 3d = 12. d = 12 ÷ 3 = 4. അപ്പോൾ പൊതുവ്യത്യാസം 4. 12നെ 3 കൊണ്ട് ഹരിക്കുക. ബിയുടെ ഉത്തരം 11ാം പദം എന്നാൽ 8ാം പദം +3 പൊതുവ്യത്യാസം കൂട്ടുക. 8ാം പദത്തിനോട് 3 പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് 11ാം പദം ലഭിക്കും. 9ാം പദം എന്നാൽ 8ാം പദം +1d. 10ാം പദം എന്ന് പറഞ്ഞാൽ 8ാം പദം +2d. 3ാം പദം = 8ാം പദത്തിനോട് 3d കൂട്ടുക. അപ്പോൾ 8ാം പദം എന്നാൽ 3 × d. d നമുക്കറിയാം 4. അപ്പോൾ 3 × 4. 8ാം പദം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. 8ാം പദം തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. 8ാം പദം 32 ആണ്. അപ്പോൾ 32 + 3 ഡികൾ ഗുണിക്കുക. 3 ഡികൾ ഗുണിച്ച് 32നോട് കൂടെ ചേർക്കുക. അപ്പോൾ 8ാം പദം +3 × d. 32 + 3 × 4 = 32 + 3 4 12. 32ഉം 12ഉം ആഡ് ചെയ്താൽ 44. മറ്റൊരു ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 20ഉം 20ാം പദം 10ഉമാണ്. എ ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? ബി ക്വസ്റ്റ്യൻ, 30ാം പദം എത്ര?
സി ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയിലെ ആദ്യത്തെ ന്യൂനസംഖ്യാപദം ഏതാണ്? 4 മാർക്കിൻ്റെ ചോദ്യമാണ്. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 10-ാം പദം ഈക്വൽ ടു 20, 20-ാം പദം ഈക്വൽ ടു 10. അപ്പോൾ പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും കാണണം, നമ്മൾ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും കാണണം. അപ്പോൾ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 20 - 10 ഈക്വൽ ടു 10. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 10 - 20, അതായത് 20-ാം പദം 10 പിന്നെ 10-ാം പദം 20 ആണ്. അപ്പോൾ 10-ൽ നിന്ന് 20 കുറയ്ക്കണം. എത്രയാണോ വലിയ പദം ഏതാണോ അതാണ് ആദ്യം എടുക്കേണ്ടത്, അല്ലാതെ